ഇവിടെ ഇരിക്കാം. ഇതാണ് രാമകൃഷ്ണപിള്ള ഭവനം. ഞാനിപ്പോ വരാം. നീ എന്തായിരുന്നു നേരത്തെ? പിന്നെ ഒരുപാട് നാളായിട്ട് അമ്മ പറയുന്നുണ്ടല്ലോ എന്ന് ഞാൻ വിചാരിക്കായിരുന്നു. എന്തോന്നാ അമ്മ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാനൊരു കാര്യം ചെയ്യണമെന്ന് നിർബന്ധിച്ചോണ്ടിരുന്നില്ലേ? ആ കുളിമുറിയിലെ തൊട്ടിയുടെ കാര്യം നീ അത് വാങ്ങിച്ചോണ്ട് വന്നോ? അതല്ല. പിന്നെ തൊഴുത്തിൽ ഓല കിട്ടുന്ന കാര്യം ആകെ നാശമാക്കും. ഒരു ഡോക്ടർ അമ്മ ഇങ്ങനെ ഓലയുടെയും തൊട്ടിയുടെയും കാര്യം പറയാമോ? വല്ല ഫ്രിഡ്ജ് ചീത്തയായെന്നോ കുക്കിംഗ് റേഞ്ച് വർക്ക് ചെയ്യുന്നില്ലെന്നോ ഒക്കെ പറഞ്ഞാൽ പിന്നെ സഹിക്കാം. അതെങ്ങനെ രാമകൃഷ്ണപിള്ളയുടെ അമ്മയല്ലേ, ഇതല്ലേ പറയൂ. കിടന്ന് ഉരുളാതെ കാര്യം പറയടാ. അമ്മയെ കാണിക്കാൻ ഞാനൊരാളെ കൊണ്ടുവന്നിട്ടുണ്ട്. ആരാന്ന് ചോദിച്ചാൽ ഭാവി മരുമകളെന്ന് വേണേ പറയാം. അവസാനമെങ്കിലും നിനക്ക് നല്ല ബുദ്ധി തോന്നിയല്ലോ. എവിടെ ഞാനെന്റെ മരുമകളെന്ന് കാണാം. ഇങ്ങനെയല്ല, നല്ല മുണ്ടും നേരിയതൊക്കെ കൊടുത്ത് ഐശ്വര്യമായിട്ട് വാ. മരുമോൾ അമ്മായിയമ്മയെ കണ്ടൊന്ന് ഇംപ്രസ് ആയിക്കോട്ടെ. അല്ലാതെ വെറുതെ രാമകൃഷ്ണനുള്ള കോംപ്ലക്സ് പുറത്തു കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ടാക്കരുത്. നാണിക്കണ്ട, പാട്ട് നന്നായിരുന്നു. അതുകൊണ്ടായിരിക്കും സാധനമൊക്കെ തട്ടി താഴെ ഇട്ടത്. എടാ ഞാൻ നിന്റെ അമ്മയാ. അയ്യോ സോറി. ഇതാണ് രാമകൃഷ്ണപിള്ളയുടെ അമ്മ. നമസ്കാരം. ഞാൻ എല്ലാം ഇവൻ പറഞ്ഞു. അതെ. എന്നാലും ശാലിനി ഇത്ര മനോഹരമായി പാടും എന്ന് ഞാൻ വിചാരിച്ചില്ല. ഫാന്റാസ്റ്റിക്. എന്റെ ഒരു ഫ്രണ്ടുണ്ട്, ജിതിൻ ലാൽ, മദൻ ലാൽ. രണ്ടും ഒരാൾ തന്നെ. വളരെ പ്രശസ്തനായ ഒരു മ്യൂസിക് ഡയറക്ടറാണ്. ഞാൻ പരിചയപ്പെടുത്താം. ഒരുപക്ഷെ ശാലിനി ഒരു വലിയ പാട്ടുകാരി ആയേക്കും. ലെറ്റ് us try the luck. ഏതായാലും ഇന്ന് അതൊന്നും വേണ്ട. എന്റെ മോളെ ഞാനൊന്ന് കണ്ണു നിറയെ കണ്ടോട്ടെ. നമസ്കാരം സാർ. ഹലോ. എന്താ? ഇന്ന് വൈകുന്നേരം 8:30 റെക്കോർഡിംഗ് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഏത് തിയേറ്റർ? മിനർവ തിയേറ്റർ. മിനർവയോ? ആരോട് വെച്ചിട്ട് ഫിക്സ് ചെയ്തു? വേറെ തിയേറ്റർ ഒന്നും കിട്ടിയില്ല സാർ. കിട്ടിയില്ലെങ്കിൽ റെക്കോർഡ് ചെയ്യണ്ട. ക്വാളിറ്റി ഇല്ലാതെ സോങ് എടുക്കാൻ ജിതിൻ ലാലിനെ കിട്ടില്ല. കൃഷ്ണദാസിന് പിന്നെ ഒഴിവുണ്ടാവില്ല അത്രേ. കൃഷ്ണദാസോ? അവനാര്? അവന്റെ സമയത്തിന് ജിതിൻ ലാലിനെയും കിട്ടില്ല. റെക്കോർഡിംഗ് മാറ്റി വെച്ചേക്ക്. പുതിയ പിള്ളേരെ കൊണ്ട് പാടിച്ച് പാട്ട് ഹിറ്റാക്കാൻ ജിതിൻ ലാലിന് അറിയാം. അത് ഒന്നും പറയണ്ട. എന്തായി? ലിറിക്സ് ഒക്കെ എഴുതി കിട്ടിയോ? കിട്ടി സാർ. ഇദ്ദേഹമാണ് പാട്ട് എഴുതിയത്. ചെറുപ്പളശ്ശേരി കൃഷ്ണൻ നായർ. ഏത് നായരാലും കൊള്ളാം, എഴുതാനും കൊള്ളാം. ലൈൻസ് കൊള്ളില്ലെങ്കിൽ ഞാൻ ചവറ്റുകൊട്ടെ വലിച്ചത്. ഒന്ന് നോക്കണം സാർ. നോക്കാം, വരൂ. എന്നത്തേക്ക് കമ്പോസ് ചെയ്യാൻ സാർ? ഞാൻ ചെയ്യുന്നില്ല. ഇടിപ്പടത്തിന് ട്യൂൺ ചെയ്യാൻ, പാട്ട് ട്യൂൺ ചെയ്യാൻ ജിതിൻ ലാലിന്റെ ആവശ്യമില്ല സാർ. പ്ലീസ്. ഇപ്പൊ എന്റെ തലക്കകത്ത് മുഴുവൻ മ്യൂസിക്കാണ്. നമുക്ക് പിന്നീട് സംസാരിക്കാം. പ്ലീസ് പ്ലീസ് കം, പ്ലീസ് കം. യെസ്, ഇരിക്കും. ലിറിക്സ് എടുക്കൂ. ഭാര്യയ്ക്ക് വെടിയേറ്റു. ഭർത്താവ് പോലീസ് സ്റ്റേഷനിലേക്ക് പായുകയാണ്. അപ്പാ ശരി, അതല്ലേ സിറ്റുവേഷൻ? അതെ. ആ സിറ്റുവേഷനിലുള്ള ലിറിക്സ് എടുക്കും. പാവപങ്കില മഞ്ജീര സിഞ്ചിതം എങ്ങനെ എന്മനം താങ്ങും? എന്തോന്ന്? പാവപങ്കില മഞ്ജീര സിഞ്ചിതം എങ്ങനെ എന്മനം താങ്ങും? എന്താ അതിന്റെ അർത്ഥം? പാവത്താൽ പങ്കിലമായ ഈ മഞ്ജീര സിഞ്ചിതം. എന്തോന്നാ ഈ മഞ്ജീര സിഞ്ചിതം? മഞ്ജീരമായ സിഞ്ചിതം സാധാരണ ഉപയോഗിക്കാറുള്ള ഒരു വാക്കാണത്. അതിന്റെ അർത്ഥം പറയടോ. നല്ല ഒന്ന് രണ്ട് വാക്ക് കിടക്കട്ടെ എന്ന് കരുതി. കൊണ്ടുപോകണ്ട, കാണട്ടെ.
മഞ്ജീര ശിഞ്ചിതം കൊള്ളാം. എവിടെ ഇതൊക്കെ കവിതകളാണോ? ആ അങ്ങോട്ട് കൊണ്ടുവാ. അവന്റെ മഞ്ജീര ശിഞ്ചിതം. ഇനി താൻ കവിത എഴുതരുത്. കുറെ കവികൾ നടക്കുന്നു മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കാൻ. എടോ ഇതൊക്കെ ഒരു തരം ജന്മവാസനയാ. അതില്ലാത്തവൻ ഇങ്ങനെ ഓരോ ശിഞ്ചിതവും കൊണ്ട് നടക്കും. മനസ്സിലായോ? പോയിക്കോളും. പോയിക്കോളും. റെക്കോർഡിങ് മഞ്ജീര ശിഞ്ചിതത്തിന് ഉപദ്രവമില്ലാത്ത വേറെ ഏതെങ്കിലും അലവരെ വിളിച്ചോണ്ട് വാ. ഞാൻ നോക്കാം. പ്ലീസ് പ്ലീസ് വാ. പ്ലീസ്. എന്റെ തലക്കകത്ത് മുഴുവൻ ഇപ്പൊ മ്യൂസിക് കിടന്ന് കളിക്കാം. എന്തോ നാടേ ഇത്? എന്താ പ്രശ്നം? അവന്മാർ നിന്നെ പറ്റി വളരെ മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചോണ്ട് പോകുന്നുണ്ടല്ലോ. എന്താ കാര്യം? കവിശല്യം. കവിശല്യം കാരണം മനുഷ്യന് പുറത്തിറങ്ങി നടക്കാൻ മേലാതായിരിക്കുന്നു അളിയാ. എന്ത് അശരീരി ഗാനം, പാപ പങ്കിലമെന്നോ മഞ്ജീര ശിഞ്ചിതോ എനിക്കൊന്നും അറിയാൻ മേല. ഒന്ന് പ്രോത്സാഹിപ്പിച്ച് വിടടേ, രക്ഷപ്പെട്ട് പോട്ട്. അതെങ്ങനാ? വലിയ ആളായി കഴിയുമ്പം ദാ വന്ന വഴി മറക്കരുത് നീ. ഞാൻ വന്ന വഴിക്ക് എന്താ ഒരു കുഴപ്പം? ഓഹോ, ഇപ്പൊ അങ്ങനായോ? ദാ ഹിന്ദി സിനിമയെന്നും തമിഴ് സിനിമയെന്നും ഒക്കെ മോഷ്ടിച്ച ട്യൂൺ കൊണ്ടല്ലേടാ നീ ആളായത്. ഓടവിടുന്നു. ദാ ഞാൻ നിനക്ക് കൊണ്ടു തന്ന ഒരു പഞ്ചാബി പാട്ടിന്റെ കാസറ്റ് വെച്ചല്ലേടാ നീ വലിയ ഹിറ്റ് മേക്കർ ആയത്. ഒറിജിനൽ വേണ്ടാത്തവന് മായം ചേർത്ത് കൊടുക്കും. ഇപ്പൊ ജിതിൻലാൽ മോഷണം നിർത്തി. പാട്ടെഴുത്തുകാരും പാട്ടുകാരും ഒന്നും എനിക്കൊന്നൊരു പ്രശ്നമേ അല്ല. പിന്നെ എന്തോന്നാ നിനക്ക് പ്രശ്നം? കഴിവുണ്ടോ? ഞാൻ പ്രോത്സാഹിപ്പിക്കും. ആഹാ, അത്രത്തോളം ചങ്കൂറ്റമായോ നിനക്ക്? നീ പുറത്തിറങ്ങി നാലാളോട് ചോദിച്ചു നോക്ക്, അപ്പൊ അറിയാം. കഴിവുള്ള ഒരെണ്ണത്തിനെ കൊണ്ടുവന്ന നീ ചാൻസ് കൊടുക്കൂ? കഴിവുണ്ടേ കൊടുക്കും. കഴിവൊക്കെ ഉണ്ട്. മനുഷ്യന്റെ ശരീരം അറുത്തു മുറിക്കുന്ന നീയൊക്കെ സംഗീതത്തെ വിലയിരുത്താറായടേ. ആരാ പാർട്ടി? പാർട്ടിയെ ഞാൻ കൊണ്ടുവരാം. പക്ഷേ കൊണ്ടുവരുമ്പോ വാക്ക് മാറില്ല. നീ കൊണ്ടുപാടേ, പക്ഷെ കഴിവുണ്ടായിരിക്കണം. എന്നാ പിന്നെ സാറിന്റെ സമയം കൂടുതൽ കളയുന്നില്ല. നാളെ രാവിലെ പാർട്ടിയായിട്ട് ഇവിടെ എത്തും. ഓക്കേ? കൊണ്ടുവാ. ഇതൊക്കെ മോഷ്ടിക്കാൻ വെച്ചിരിക്കുന്ന ട്യൂണാണേ. വരുന്നുണ്ട്. പുതിയ പാർട്ടി ആയിരിക്കും. കൊറേ ദിവസമായിട്ട് ഞാൻ നിന്നെ അന്വേഷിച്ചോണ്ടിരിക്കുക. നീയോ കഞ്ഞി? കഞ്ഞിയല്ലടാ കുഞ്ഞി. നീ എന്തിന് അനുവാദമില്ലാതെ ഈ പവിത്രമായ പർണശാലയ്ക്കുള്ളിൽ കടന്നു വന്നു? ഇന്നേ എന്റെ തത്തമ്മ കുത്തിയെടുത്തത് ഒരു ഹനുമാന്റെ പടമായിരുന്നു, ലങ്കാദഹനം. അതിനുവേണ്ടിയാ ഞാൻ വന്നത്. ആരെവിടെ? എന്താണിവിടെ ഒരു സ്ത്രീ ശബ്ദ ബഹളം? അവരെ ഉടനെ ബാഹ്യസ്ഥലെ പോകസ്ഥലോ. സ്ത്രീയെ, നിന്നോട് ഉടനെ പുറത്തു പോകുവാൻ അദ്ദേഹം പറയുന്നു. നിങ്ങളുടെ തട്ടിപ്പും പറ്റിപ്പും ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചു അല്ലേ? കൂടാക്കത്തിന്റെ പേരും പറഞ്ഞ് ആ പാവപ്പെട്ട ചായക്കടക്കാരൻ ഗോവന്നരെ നിങ്ങൾ പറ്റിച്ചില്ലടാ. ഞങ്ങൾ പറ്റിച്ചതല്ല, അയാൾ പറ്റിയതാണ്. പിന്നെ ആ ശങ്കുണ്ണിപ്പിള്ളയുടെ വീട് അന്വേഷിച്ച് കണ്ടുപിടിച്ചതും അയാളുടെ വേലക്കാരനെ ചാക്കിട്ട് പിടിച്ച് അയാളുടെ ഡയറി തട്ടിയെടുത്തതും ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചോ? അയ്യോ, ഡയറി തട്ടിയെടുത്തതല്ല, തട്ടപ്പെട്ടതാണ്. അതെങ്ങനെ നീ അറിഞ്ഞ്? ഞാൻ അന്വേഷിച്ചറിഞ്ഞു. നീ അന്വേഷിച്ചറിഞ്ഞല്ല, നിന്റെ ചാവാലി തത്ത പറഞ്ഞതായിരുന്നു. ആ തത്തസ്യ വിഷാംശം സേവിതേ അനസ്തേഷ്യക്കരവോ. ആ തത്തയ്ക്ക് വിഷം കൊടുത്ത് കൊല്ലുമെന്ന് യവൻ അല്ല ഗുരു പറയുന്നു. എടാ, എന്റെ തത്തയ്ക്കല്ല വിഷം കൊടുക്കേണ്ടത്, നിന്റെ തന്തയ്ക്കാണ് വിഷം കൊടുക്കേണ്ടത്. രണ്ടും ഞാൻ അരിഞ്ഞു കുഞ്ഞി ബഹളം വെക്കല്ലേ, ഞങ്ങളുടെ നല്ല പേര് കളയല്ലേ. നല്ല പേരോ നിങ്ങൾക്കോ? ആ ശങ്കുണ്ണി മുതലാളി എവിടെ വരുത്തി അയാളെ പറ്റിച്ച 1000 രൂപ വാങ്ങിച്ചില്ല. അത് ഞങ്ങളുടെ ആവശ്യത്തിനാണ്. അതിലെനിക്ക് പാതി തരണം. അതവിടെ മനസ്തേഷ്യ അത് മനസ്സിലിരിക്കത്തേ ഉള്ള. ഗുരുവിനെ ശിഷ്യനെ ഞാൻ ഒന്നിച്ച് കമ്മിണിക്കും. ശങ്കുണിപ്പിള്ളയോട് പറയും, ശങ്കുണിപ്പിള്ള പോലീസിനോട് പറയും. എന്റെ പൊന്നു കുഞ്ഞ്, ഞാൻ തരാം. പക്ഷെ പാതി തന്നെ വേണോ? ഒരു വിട്ടുവീഴ്ച. അതല്ല, ഞാൻ പോലീസിൽ പറയും. പോലീസ് നിങ്ങളെ പിടിക്കും. പോലീസ് പാതിപ്പണം കൊടുത്തേഷ്യേ. പാതി പണം തരാൻ നിന്റെ ഗുരു പറയുന്നു. താൻ എന്ത് ഉദ്ദേശിച്ചോണ്ടോ പാതി പണം കൊടുക്കാൻ പറയുന്നേ? നാശത്തെ ഒഴിച്ചു വിട സ്ത്രീ, ഇത് ഒഴിയാ പാതേ സ്ത്രീ. ഇല്ല, കാശ് എടുക്കില്ല. കാശെടുക്കാനാ പറഞ്ഞു. കാശ് തരൂല. പാതി പണം തരാൻ പറ. തരാന്നേ. ബഹളം വെക്കാതെ. ഞാൻ കൊടുക്കാന്ന് അവരാ കൊണ്ടുപോയി. ഒരു കാര്യം ഉണ്ടോ? ആ കാശ് മുഴുവൻ എടുക്കണം. പോ ശവ പണ്ടാരണ. തനിക്ക് ഇവിടെ നിന്ന് ഉരുട്ടിക്കൊണ്ടിരുന്നാ മതി. ഞാൻ എന്തുമാത്രം ബുദ്ധിമുട്ടിട്ടാണെന്ന് ഇവിടെ തന്നെ വിവരങ്ങൾ അറിഞ്ഞുകൊണ്ട് വരുന്നത്. നിനക്ക് വിവരമില്ലാത്തതുകൊണ്ടല്ലേ നീ ഇതെല്ലാം അറിഞ്ഞോണ്ട് വരുന്നത്. നീ ഒരുത്തം കാലം 10 കാലം ഇവിടെ വന്നത് അറിയാവോ? നീ കമ്പി എണ്ണും. ഞാൻ കമ്പി എണ്ണിയാ നീ എണ്ണു അറിയോ? എടപ്പള്ളി കുറുപ്പാണിത്. എടപ്പള്ളി നിന്റെ ഈ തലയിൽ ഞാൻ പള്ളി പണി അറിയാവോ നിനക്ക്? പാണി, ചങ്കരപാണി, നിന്റെ തല ഞാൻ ചക്രം കെട്ടിക്കൊല്ലും അറിയോ? നീ നാളെ പുറത്തോട്ടിറങ്ങ്. നിന്റെ ഭൂതം ഭാവി വർത്തമാനമല്ല ഞാൻ അവിയല് വരുവാക്കും അറിയോ? നീ പുറത്തോട്ടിറങ്ങണ അറിയാം. നിന്റെ അവൻ പറയുന്നത് എന്നോട് വെളിയിലിറങ്ങാൻ.
അതിന് ഞാൻ വെളിയിൽ ഇറങ്ങിയിട്ട് വേണ്ടേ? കമേൻ. ഇതാണ് പ്രസിദ്ധ സംഗീത സംവിധാനം ജിതിൻ ലാൽ മദൻ ലാൽ. രണ്ടുപേരാൾ തന്നെ. നമസ്കാരം. വരൂ. ഇരിക്കൂ, ഇരിക്കൂ. വേണ്ട. ഇതാണ് ഞാൻ പറഞ്ഞ കുട്ടി ശാലിനി. ആ. എന്റെ സംഗീതത്തെ കുറിച്ചുള്ള മിനിമം ജ്ഞാനം വെച്ചുകൊണ്ട് ഞാൻ ആധികാരികമായി പറയുന്നു, ഷീസ് എ ഗുഡ് സിംഗർ. അതെ, പാട്ട് കേട്ടിട്ട് ഞാൻ തീരുമാനിക്കും. ശാലിനി ക്ലാസിക്കൽ പഠിച്ചിട്ടുണ്ടോ? ഒരു 2.5 കട്ടക്കൊക്കെ ശബ്ദം ഇടാതെ പാടാൻ പറ്റുമോ? അങ്ങനെ ശാസ്ത്രീയമായി ശ്രമിച്ചിട്ടില്ല. പാടുമ്പോൾ ആരോഹണത്തിൽ വെള്ളിയും അവരോഹണത്തിൽ കാറ്റും വരാറുണ്ടോ? വരട്ടല്ലേ, പാടിച്ചു നോക്കി ഇഷ്ടമുണ്ടെങ്കിൽ ഒരു പാട്ട് കൊടുത്താൽ മതി. അല്ല നിന്റെ ജ്ഞാനപാഠം കാണിച്ച് വരട്ടല്ലേ. അല്ല, ഞാൻ യെസ്, ജിതിൻ സ്പീക്കിംഗ്. എന്ത്? ജാനുവും മാണിയും ഒന്നും എനിക്കൊരു പ്രശ്നമല്ല. എന്റെ സൗകര്യത്തിന് റെക്കോർഡിങ്ങിന് വരാൻ പറ്റുമെങ്കിൽ അവർ പാടിയാ മതി. എന്ത്? കൃഷ്ണദാസന്റെ കമ്പനിക്ക് കാസറ്റ് കൊടുക്കാനൊന്നും എന്നെ കിട്ടില്ല, എന്റെ പാട്ട് കിട്ടില്ല. സൗകര്യം ഉണ്ടോ പാടിയാൽ മതി എന്നോട് പറഞ്ഞുതരും. അല്ലെങ്കിൽ ഞാൻ പുതിയ പിള്ളേരെ കൊണ്ട് പാടിച്ച് ഞാൻ പാട്ട് ഹിറ്റാക്കും. എനിക്കറിയാം പാട്ട് ഹിറ്റാക്കാൻ. ഓക്കെ, ഞാൻ വന്നേക്കാം. ഓക്കെ. ഇന്ന് ഞാൻ അല്പം ബിസിയാണ്, നാളെ വരും. കുട്ടിയുടെ പാട്ട് എനിക്കൊന്ന് വിശദീകരിച്ച് കേൾക്കണം. അല്ല ഇങ്ങനെ സ്ഥിരമായിട്ട് നടത്തിക്കാനുള്ള പരിപാടിയാണോ? ഇല്ലടേ, നാളെ ശരിയാക്കാം. ധൈര്യമായിട്ട് പോകാമല്ലോ. ധൈര്യമായിട്ട് പോകും. ഏതാ കേസ്? ചുമ്മാ ശരീരം മോശമല്ല, ശാരീരം അല്പം മോശമാണെങ്കിലും ഞാൻ പരിഗണിക്കാം. ഞാൻ ശ്രമിക്കണോ? ഇപ്പൊ പറഞ്ഞിരിക്കണം, മേലാൽ ആവർത്തിക്കരുത്. ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണ. നീ ഒരുമാതിരി ബെല്ലും ബ്രേക്കും ഇല്ലാന്ന് പെരുമാറിക്കളെ. ഇതൊക്കെ നേരത്തെ എഴുന്നള്ളിക്കണ്ടേ? എന്നാ ഇനി പേടിക്കണ്ട. നാളെ പെങ്ങളെയും കൂടെ അയച്ചോണ്ടാ മതി. അവളെ പാട്ടുകാരിയാക്കുന്ന കാര്യം ഞാൻ ഏറ്റു.